RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾക്ക് ഏജ് റിലാക്സേഷൻ അലൗഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഏജ് ലിമിറ്റ്, ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രായപരിധി. അതുപോലെ തന്നെ എന്തും വരും, ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട്. സപ്പോസ് നിങ്ങൾ OBCയുടെ NCL കാൻഡിഡേറ്റ്സ് ആണ്. NCL എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ. OBC കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് ഹാജരാക്കാൻ പറ്റണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു UR-EWS കാൻഡിഡേറ്റ്, അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി എന്ന് നമ്മൾ പൊതുവെ പറയുന്ന കമ്മ്യൂണിറ്റി നിന്നും 3 വർഷം അധികം റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, UR-കാരുടെ വയസ്സ് 30 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ OBC-കാർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം? 33 വരെ അപ്ലൈ ചെയ്യാം. SC/ST-കാർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം? 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിന് പുറമേയും സാധാരണഗതിയിൽ RRBയിൽ കണ്ടുവരുന്ന മറ്റ് ചില ഏജ് റിലാക്സേഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം 3 വർഷ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, ജനറൽക്കാർക്ക് മാത്രം. കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ വേറെ ഉണ്ടായിരിക്കും. സപ്പോസ് ഞാനിവിടെ എഴുതി കാണിച്ചുതരാം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏജ് എടുത്തു, ഞാനിവിടെ കമ്മ്യൂണിറ്റി കൊടുക്കുകയാണ്. UR, OBC NCL തന്നെ കൊടുക്കണം. എല്ലാ OBC-കാർക്കും കിട്ടില്ല, NCL സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. SC/ST എന്നിങ്ങനെ കൊടുത്തു. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ വരുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ട്, അല്ലാതെ എക്സ് സർവീസ്മാന് കിട്ടുന്നതാണ്. ഇപ്പോൾ സപ്പോസ് 30 വയസ്സാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഏജ് റിലാക്സേഷൻ എന്നുണ്ടെങ്കിൽ OBC NCL-കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 33 ആയിരിക്കും നിങ്ങളുടെ പ്രായപരിധി വരുന്നത്, 35 ആയിരിക്കും നിങ്ങളുടെ പ്രായപരിധി വരുന്നത്. എക്സ് സർവീസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അധികം 3 വർഷം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 33 വയസ്സ് വരെയുള്ള UR-EWS എക്സ് സർവീസ്മാൻകാർക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അധികം 3 വർഷമാണ് OBC-കാർക്കുള്ളത്, അപ്പോൾ 36 വരും. ഇത് എത്രയായിട്ട് മാറും? 33 5 38 മാറും. ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. അത് ഓരോ എക്സാമിന് ഓരോ പ്രായപരിധിയാണ്, ഓരോ അപ്പർ ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ ഓരോ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അതിന് പുറമെ PWD കാൻഡിഡേറ്റ്സിനും ഈ പറഞ്ഞ പോലെ 10 വർഷമുണ്ട്, അവർക്കും കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ സെപ്പറേറ്റ് ആണ്. പുറമെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്, അവർ വിധവകളായിട്ടുള്ളവരോ ഡിവോഴ്സീസോ അല്ലെങ്കിൽ ജുഡീഷ്യലി സെപ്പറേറ്റഡോ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ടായിരിക്കും, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും RRB പരീക്ഷകൾക്ക് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക.